Namaste to one and all. I would really like to say, respected principal, my dear teachers and my friends. അങ്ങനെ പറയുമ്പോൾ ഒരു 12 വർഷം പിന്നിലോട്ട് പോയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. എനിക്കറിയാം, എന്നെ അറിയുന്ന കുട്ടികൾ ആരും ഇവിടെ ഇല്ല, എന്നെ അറിയുന്ന പേരൻസും ആരുമില്ല. പക്ഷെ തിരിച്ചു വരുമ്പം ഇറ്റ്സ് റിയലി ലൈക്ക് കമ്മിങ് ബാക്ക് ഹോം. ഇപ്പോൾ ദീപ ടീച്ചറുടെ വെൽക്കം പറയുന്ന സമയത്ത് ശ്രീഷ്മയ്ക്കും ഗോകുലിനും വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന പോലെയായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ സാരസ്വതത്തിന് വന്നിട്ട് ഗംഭീരമായിട്ട് എൻ്റെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അറിയില്ല. ഓൾസോ നമുക്ക് സമയം വൈകിക്കാതെ കുട്ടികളുടെ കലാപരിപാടികൾ കാണാനുമായിരിക്കും നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഉൾപ്പെടെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ബിഫോർ ദാറ്റ് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ പ്രിൻസിപ്പളായിരുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചറായിട്ടുള്ള ദേവൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം നമസ്കരിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ തിരിച്ചു വരുമ്പോൾ അന്നും ഞാനിത് പറഞ്ഞ് പ്രശ്നത്തിലായി. ഇത് പറയാതിരുന്നാൽ എനിക്ക് തോന്നുന്നതൊരു കംപ്ലീറ്റ് അല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. ഇവിടെയുള്ള ടീച്ചേഴ്സിനും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ദേവൻ സാറാണ് ഞാൻ കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നും ഞാൻ സക്സീഡ് ചെയ്യണമെന്നും ആഗ്രഹിച്ചിട്ടുള്ള, എൻ്റെ അച്ഛനും അമ്മയും പോലെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് ദേവൻ സർ. സോ അങ്ങനെ ഓർത്തെടുക്കാനുള്ളത്, എൻ്റെ സ്കൂൾ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇവൻറ്റ്സാണ്. ഒന്ന് സാരസ്വതവും, 2 ആനുവൽ ഡേയും. പഠിച്ചിറങ്ങിയതിന് ശേഷം 12 വർഷങ്ങൾക്ക് ശേഷം ഒരു അക്കാഡമിക് ഇയറിൽ സാരസ്വതം ഇനോഗ്രേറ്റ് ചെയ്യാനും ഒരു ആനുവൽ ഡേയിൽ പങ്കെടുക്കാനും പറ്റുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായിട്ട് ഞാൻ കാണുന്നു. ബാക്ക് ദെൻ ആനുവൽ ഡേക്കാണെങ്കിലും സാരസ്വതങ്ങൾക്കാണെങ്കിലും ടച്ച് വുഡ് ദൈവാനുഗ്രഹിച്ച് 3-4-5 പ്രൈസ് കിട്ടാറുണ്ട്. അപ്പം ഓരോ തവണ പ്രൈസ് വിളിക്കുമ്പോഴും അന്ന് നമുക്കിങ്ങനെ ഒരു ഷോ ഓഫാണ്. ഒരു പ്രൈസ് വാങ്ങാൻ വരുന്നു, തിരിച്ചു പോകുമ്പോൾ വീണ്ടും ശ്രീഷ്മ നൽകുന്നു, അപ്പോൾ തിരിച്ച് വീണ്ടും വരുന്നു. അതൊരു ഭയങ്കര ഹൈ ആണ്. നമുക്ക് മുന്നോട്ട് ഇനിയും എന്നുള്ളൊരു എന്താ പറയുക, ഒരു ലുക്കിംഗ് ഫോർവേഡ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ നിന്നിരുന്ന എല്ലാവരെയും അത്രയും ആരാധനയോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്പേസിൽ ഒരിടം കിട്ടി ജീവിതത്തിൽ നമ്മുടെ സ്കൂളിൽ തന്നെ എന്നുള്ളതും വലിയൊരു ബ്ലെസ്സിങ് ആയി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ആനുവൽ റിപ്പോർട്ടിൻ്റെ കൂടെ ഇതെന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അറിയില്ലെങ്കിൽ പോലും ആനുവൽ റിപ്പോർട്ടിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ലാബ് ഒന്ന് റെനോവേറ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോഴുള്ള സന്തോഷം എന്താ വെച്ചാൽ, സാരസ്വതത്തിന് ധനേഷ് സാർ ഇവിടെ ഉണ്ടോ? ധനേഷ് സാറിനെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളൊക്കെ കുറച്ച് പേര്, പാട്ട് എഡിറ്റ് ചെയ്ത് തരാനായിട്ടും മറ്റുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് എത്രയോ കാലമായ കമ്പ്യൂട്ടർ ലാബ് കണ്ടിട്ട്, പക്ഷേ അത് നന്നാക്കി എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം ഭയങ്കര സന്തോഷം. ഉണ്ണി സാർ ഉണ്ടോ എന്ന് അറിയില്ല, കഴിഞ്ഞ തവണ വന്നപ്പോൾ പറയാത്ത ഒരു കാര്യം, നമ്മളെപ്പോഴും പറയും സാരസ്വതം വലിയ പരിപാടിയാണ്, ആനുവൽ ഡേ വലിയ പരിപാടിയാണെന്നുള്ളത്. പക്ഷേ സജൻ സാർ ഇവിടെ പറഞ്ഞു പോയി, എന്താ പറയുക, നമ്മുടെ ഇവിടെയുള്ള എല്ലാ റിച്വൽസും ഭയങ്കര ഗംഭീരമായിട്ടുള്ളതാണെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് പഠിച്ച് 14 വർഷവും ഭാരതീയ വിദ്യാനികേതൻ്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ പഠിച്ചത് 7 വർഷമാണ്, 6th to 12th ആയിരുന്നു. അതിന് മുന്നേ തൃശ്ശൂരാണ് നാട്. അപ്പോൾ അവിടെയുള്ള 2 സ്കൂളുകളിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഈ 14 വർഷവും ഈ റിച്വൽസ് കാര്യമായിട്ട് ആഘോഷമായിട്ടൊരു ജീവിതത്തിൻ്റെ റിച്വലായിട്ട് മാറ്റാൻ പറ്റിയിട്ടുള്ള ആളാണ് ഞാൻ. ഇന്നും ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ രാവിലെ എണീറ്റിട്ട് ആദ്യം ചെയ്യുന്നത് കരാഗ്രി വസതേ ലക്ഷ്മി എന്ന് ചൊല്ലിയിട്ടാണ് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു SVN എന്നല്ല BVN എല്ലാ അലൂമിനൈസും ഇത് ജീവിതത്തിലുടനീളം കൂട്ടുപിടിച്ച് കൊണ്ടുപോകുന്ന കുട്ടികൾ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ വന്ന് സംസാരിക്കുമ്പോഴുള്ള ഒരു മേജർ മിസ്സിങ് പഴയ ഓഡിറ്റോറിയമാണ്. ഞാൻ പഠിച്ചിറങ്ങിയിട്ടുള്ള വെരി നെക്സ്റ്റ് ഇയർ ആ ഓഡിറ്റോറിയം പൊളിച്ചിട്ടാണ് ഭാസ്കരീയം പണിയുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഭാസ്കരി അറിയാത്തതോ സരസ്വതി വിദ്യാനികേതൻ അറിയാത്തതോ ആയിട്ടുള്ള ഒരു മനുഷ്യൻ കൊച്ചിയിലോ കേരളത്തിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ പോയിട്ടാണെങ്കിലും വിദ്യാനികേതൻ്റെ 1-2 സ്കൂളുകളിൽ ആനുവൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പങ്കെടുത്തിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ കൊച്ചിയിലെ എളമക്കര സരസ്വതിയിലെ അലൂമിനയാണെന്ന് പറയുമ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഫീലോട് കൂടിയാണ് ആളുകൾ നമ്മളെ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കൂൾസിൽ ഒന്നാണ് നമ്മുടേത്. നമ്മളിവിടെ പഠിച്ചിറങ്ങുന്നത് ഒരു വളരെ പ്രസ്റ്റീജിയസും പ്രൗഡും ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനൊരു ആനുവൽ ഡേയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും എന്താ പറയുക,
തിരിച്ച് ഇവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറിൽ പങ്കെടുക്കുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു ആനുവൽ ഡേ കാണാൻ നിന്നിട്ടുള്ളൊരു ഫീലിംഗ് അല്ല. ഇപ്പോഴും എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസ് ആണെങ്കിലും അവരും വളരെയധികം പ്രൗഡായിട്ട് നമ്മളെ നോക്കിക്കാണുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കൊണ്ട് പഠിക്കാൻ വിടുന്ന കുട്ടികളെ പറ്റി ആലോചിച്ചിട്ട് എത്ര പ്രൗഡാണെന്ന് എനിക്കറിയാം. ഫെലോ സ്റ്റുഡൻസ്, ഫെലോ കുട്ടികളെ പറ്റിയിട്ടുള്ള ചിന്തകളും എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നറിയാം. എല്ലാവർക്കും ഒരുപോലെ ആശംസകൾ നേരുന്നുണ്ടെന്നറിയാം. ഒപ്പം ഞാനും ഉണ്ട്. ഗൂഗിളിൻ്റെ പാട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഗൂഗിളൊന്നും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു അവസരത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റിയതിലും, രണ്ടാമത് ടിൻറ്റു സർ പറഞ്ഞിരുന്നു സാരസ്വതം വളരെ ചെറുതായി പോയ മോളെ, നമുക്ക് ആനുവൽ ഡേക്ക് ഞാൻ വീണ്ടും വിളിക്കാം എന്നുള്ളത്. ടിൻറ്റു സാറിന് ഞാനൊരു വലിയ താങ്ക് യു പറയുന്നു. To the whole family of SVN Elamakara, I bow down here. Thank you so much for having me. Wish us all the best. Thank you.